ഇതെവിടെയാ? എന്താ സംഭവിച്ചത്? സാർ, ഞാൻ തിരിച്ചു വിളിക്കാം. ഇപ്പൊ ഇതൊന്നും പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. പറയുന്നൊന്നും മനസ്സിലാക്കുക സാർ. പഞ്ചരത്നത്തില് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അമൃതയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമോ? തുറക്കാൻ! കുടിക്കേ. വേണ്ട, ഞങ്ങളെ കുറെ വെള്ളം കുടിപ്പിച്ചല്ലേ, കുടിക്കേ. കുടിക്കടി. എന്തായി? ഇവളുടെ വായിന്ന് എന്തെങ്കിലും മുഴുവത്തിൽ വീണോ? ഇല്ല സർ, പഠിച്ച കള്ളിയാണ് ഇവള്. ഞാൻ നിരപരാധിയാണ്, എന്നെ രക്ഷിക്കണം. ആരോ എന്നെ ട്രാപ്പിലാക്കിയതാണ്. ഈ 3 കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത പോലെ പറയുന്നതല്ലാതെ മറ്റൊന്നും ഇവളുടെ വായിന്ന് വീഴുന്നില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാ അമൃത എല്ലാ സത്യങ്ങളും മണി മണി പോലെ പറയും. പറയും. അമൃത അച്ഛൻ ചന്ദ്രസേനെ അവസാനമായി കണ്ടതെന്നാണ്? ഹോസ്പിറ്റലിൽ വെച്ച്. ഹോസ്പിറ്റലിൽ എന്തായിരുന്നു കാര്യം? എന്റെ അനിയത്തിമാരിൽ ഇരട്ട കുട്ടികളിൽ ഒരാളായ ആരാധ്യ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അനിയത്തിക്ക് എന്താ പറ്റിയത്? ഞങ്ങളുടെ അച്ഛൻ ചന്ദ്രസേനൻ ഗുണ്ടകളെ വെച്ച് അവളുടെ കൈ തല്ലിയൊടിച്ചു. അതിന്റെ ചികിത്സയ്ക്കായിട്ടാ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത്. പിന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത്? ആരാധ്യ കിടന്നിരുന്ന ഹോസ്പിറ്റലിലേക്ക് അച്ഛൻ വന്നിരുന്നു. എന്തിന്? അച്ഛൻ നിരപരാധിയാണെന്ന് പറയാൻ. എന്നിട്ട് അയാൾ പറഞ്ഞത് അമൃത വിശ്വസിച്ചോ? ഇല്ല സർ, സ്വന്തം മകളുടെ കൈ തല്ലിയൊടിച്ച് അവളുടെ ഭാവി ഇല്ലാതാക്കിയ ആ ആളുടെ വാക്കുകള് ഞാൻ എന്തിനു കേൾക്കണം? കാര്യങ്ങളുടെ ചിത്രം ഇപ്പൊ ഏതാണ്ട് പിടികിട്ടി. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. ആശുപത്രിയിൽ വെച്ച് മക്കളെ കണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി എത്തിയ അച്ഛൻ ചന്ദ്രസേനെ നിങ്ങൾ അവിടെ വെച്ച് പരസ്യമായി ആക്ഷേപിച്ച് ഇറക്കി വിട്ടു. അപമാനം സഹിക്കവയ്യാതെ അയാൾ ആത്മഹത്യ ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.